ഈ അപകടത്തിൽ മരിച്ചതായ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു ആണ് എന്നാണ് പ്രാഥമികമായി നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ JCB ഉപയോഗിച്ച് കൂടുതൽ ആളുകൾ അതിനുള്ളിൽ പെട്ടിട്ടുണ്ടോ എന്ന രീതിയിലുള്ള തെരച്ചിൽ അവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. 14-ാം വാർഡിലെ കെട്ടിടത്തിലെ ശുചിമുറിയോട് ചേർന്ന ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അവിടെ ഉപയോഗശൂന്യമായ കെട്ടിടമാണ്. ആരും അപകടത്തിൽപ്പെട്ടിട്ടില്ല, ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല, ആളപായമില്ല എന്ന രീതിയിലായിരുന്നു ആദ്യം പ്രതികരിച്ചിരുന്നത്. മന്ത്രിമാരടക്കം ഉദ്യോഗസ്ഥരടക്കമൊക്കെ അധികൃതരടക്കമൊക്കെ പ്രതികരിച്ചിരുന്നതെങ്കിലും നമുക്കറിയാം PK ശ്രീമതി മുൻ ആരോഗ്യമന്ത്രി അടക്കം ഫേസ്ബുക്ക് പോസ്റ്റ് വരെ അതേ സമയത്ത് ഈ അപകടമുണ്ടായ സമയത്ത് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അവിടെ ആളുകളില്ല, ആളപായമില്ല എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ അതൊക്കെ തെറ്റാണ് എന്ന് തെളിയിക്കുന്ന കാഴ്ചകളാണ് അവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഒരു സ്ത്രീയുടെ മരണം സംഭവിച്ചിരിക്കുന്നു. ആ കെട്ടിടാവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിയ ബിന്ദു എന്ന സ്ത്രീ മരിച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഇപ്പോൾ JCB ഉപയോഗിച്ച് അവിടെ തെരച്ചിൽ തുടരുകയാണ്. സന്നദ്ധ പ്രവർത്തകർ അവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകൾ രക്ഷാപ്രവർത്തനത്തിനായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. അതേസമയം ഇപ്പോൾ JCB ഉപയോഗിച്ചുള്ള തെരച്ചിൽ മാത്രമാണ് അവിടെ പ്രായോഗികമായി നടക്കുക എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അതുകൊണ്ട് തന്നെ അവരെല്ലാവരും മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ അത് വളരെ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിട്ടാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് കൂടുതൽ JCB മറ്റും എത്തിച്ചുള്ള രക്ഷാപ്രവർത്തനം വളരെ വേഗത്തിൽ നടത്താൻ സാധിക്കുകയില്ല. കെട്ടിടത്തിൻ്റെ ഒരു ഭാഗം എപ്പോൾ വേണമെങ്കിലും നിലംപൊത്താവുന്ന രീതിയിൽ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ കരുതലോടെ മുന്നോട്ട് പോവുകയാണ്. മറ്റുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിലുള്ള രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിക്കുന്നു. അതേസമയം ഇനിയും ആളുകൾ അതിനകത്തുണ്ടോ എന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. 2 മണിക്കൂർ പിന്നിട്ട ശേഷമാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതെന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ആരോപണം അവിടെ ഉയരുന്നുണ്ട്. മന്ത്രിമാർ ഈ സമയത്ത് അവിടെ എത്തിയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ മന്ത്രിമാർ എങ്ങോട്ടാണ് പോയത്? ഇതിപ്പോൾ ആദ്യം വലിയ പ്രശ്നമൊന്നുമില്ല, ആളുകളില്ലാതിരുന്ന കെട്ടിടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ മന്ത്രിമാർ എവിടെ എന്ന കാര്യത്തിലാണ് നമുക്ക് മറ്റൊരു ചോദ്യം ഉയരുന്നത്. ശ്രീജിത്ത് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീജിത്ത്, ഇപ്പോൾ ഹിറ്റാച്ചിയുടെ JCB കൈകളൊന്നും ഉയരുന്നതായി കാണുന്നില്ല. അവിടെ ഇപ്പോൾ നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ ഈ തട്ടിയിട്ട കെട്ടിടാവശിഷ്ടങ്ങൾ അത് മുറിച്ചു മാറ്റുന്ന പ്രക്രിയയാണോ നടക്കുന്നത്? തീർച്ചയായും അശ്വതി, നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് അത് തന്നെയാണ്. അതായത് ഈ പല പാളികളായി വീഴുന്നുണ്ട് ഇതിന്റെ സ്ലാബും മറ്റു കാര്യങ്ങളും മറ്റും. അത് പക്ഷെ മുറിച്ച് മാറ്റി കട്ടർ ഉപയോഗിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് അത് മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. അത് മുറിച്ച് മാറ്റിയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നത്. അതുകൊണ്ടാണ് JCB അല്പസമയം അതിന്റെ പ്രവർത്തനം നിർത്തിവെച്ചത്. ഇപ്പോൾ വീണ്ടും തുടങ്ങുകയാണ്. ഇവിടെ നിന്ന് JCB വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് ഈ പാളികൾ അത് എടുത്തു മാറ്റാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഇപ്പോഴും ഈ കെട്ടിടത്തിൻ്റെ അവശിഷ്ട ഭാഗം അവിടെ അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് നോക്കി ആരെങ്കിലും ഇതിനുള്ളിലുണ്ടോ? ഈ പിൻഭാഗത്തെ ഭാഗം ഏതാണ്ട് പൊളിച്ചിരിക്കുന്നു. ഇനി ഒരു ഭാഗം കൂടി മാത്രമേ പൊളിക്കാനുള്ളൂ. അത് പൂർത്തിയായ ശേഷമായിരിക്കും അക്കാര്യത്തിൽ ഏറ്റവും അന്തിമമായ ഇനി ആരുമില്ല എന്നുള്ള പ്രതീക്ഷയാണ് നിലവിലെ ഈ ഒരു കാഴ്ചയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ആരെങ്കിലും ഇല്ല എന്ന് കാണുമ്പോൾ പക്ഷേ ഈ ഒരു അവസാന ഭാഗത്തെ കൂടി മണ്ണും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോൾ മാത്രമേ അക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത നമുക്ക് കൈവരികയുള്ളൂ. നിലവിലെന്തായാലും ഇവിടെ 3 JCBകൾ അതിൻ്റെ രക്ഷാപ്രവർത്തനം തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വൈകാതെ അത് പൂർത്തിയാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്. ഇവിടെ ആളുകളും മറ്റും അക്ഷമരായി കാത്തു നിൽക്കുന്ന സ്ഥിതിവിശേഷവും ഉണ്ട്. ഇവിടെ ഇതൊരു വളരെ ചെറിയ, അശ്വിൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ, നമ്മളൊക്കെ നേരത്തെ റിപ്പോർട്ട് ചെയ്ത പോലെ വളരെ ചെറിയൊരു മേഖലയാണ് ഉള്ളത്. ഇതാണ് ഈ ഒരു ഭാഗം. ഇതിന് ചുറ്റുവട്ടത്തും ഇതേപോലെ കെട്ടിടങ്ങളാണ്. ഈ കെട്ടിടങ്ങൾ വലിയ കെട്ടിടങ്ങളും പഴയ കെട്ടിടങ്ങളും പുതിയ കെട്ടിടങ്ങളും ഒക്കെ കെട്ടിടങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ ഇപ്പോൾ നമ്മൾ കാണുന്ന ഭാഗത്തുകൂടിയാണ് JCB കടന്നു വന്നത്. അതായത് വരാന്തയാണ്. ആ വരാന്തയിലൂടെയാണ് കടന്നു വന്നത്. തുടർന്നാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന സ്ഥലത്തേക്ക് ഈ ചെറിയ ഹിറ്റാച്ചികൾ എത്തി പ്രവർത്തനം ആരംഭിച്ചത്. അതായത് ഇവിടേക്ക് എത്തുക എളുപ്പമല്ല. ഏതെങ്കിലും ഒരു രക്ഷാദൗത്യത്തിന് ആർക്കെങ്കിലും അങ്ങനെ പെട്ടെന്ന് എത്താൻ കഴിയുന്ന മനുഷ്യന്മാർക്ക് എത്താൻ കഴിയുമെന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരം ഉപകരണങ്ങൾ എത്താൻ കഴിയുക എളുപ്പമല്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. എന്തായാലും
അതുകൊണ്ട് കൂടിയായിരിക്കാം ഒരു പക്ഷേ ബിന്ദുവിന് ഒരു ആശുപത്രിയിലായിരുന്നിട്ടും ഒരു അതിഗുരുതരമായൊരു വളരെ വേഗത്തിലുള്ള ഒരു ചികിത്സ നൽകാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നത് എന്നത് നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും നിലവിൽ ഇവിടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇവിടെ ഹിറ്റാച്ചികൾ 3 ഹിറ്റാച്ചികൾ അവരുടെ പ്രവർത്തനം തുടരുന്നു. ഈ വലിയ നേരത്തെ ഈ കണ്ടല്ലേ ഇതുപോലുള്ള വലിയ പാളികളാണ്, കോൺക്രീറ്റ് പാളികളാണ്. ഈ പാളികളാണ് ഇതിൻ്റെ പല നിലകളായുള്ള കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ ഓരോ നിലയുടെയും വിവിധ പാളികളും സ്ലാബുകളും ഒക്കെയാണ് ഇവിടെ ഈ കാണുന്നത്. അത് പലപ്പോഴും ഇത് ചേർന്ന് കിടക്കുന്നു, ഈ കമ്പികൾ ചേർന്ന് കിടക്കുന്ന കാഴ്ചയുണ്ട്. അത് കട്ട് ചെയ്ത ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ്. ഇവിടെ നടക്കുന്നൊരു പ്രവർത്തന രീതിയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഈ ഹിറ്റാച്ചികൾ കൊണ്ട് ഇത്തരം സാധനങ്ങൾ മാറ്റുന്നു. അതിനുശേഷം ഈ കമ്പികൾ അറുത്തു മാറ്റുന്നത് കട്ടർ ഉപയോഗിച്ചാണ്. അങ്ങനെ കട്ടർ ഉപയോഗിച്ച് അടർത്തി മാറ്റിയ ശേഷമാണ് ബാക്കി മണ്ണുകൾ മാറ്റാൻ പോകുന്നത്. ഇതാണ് ഇനി ഒരു അവസാന ഭാഗമായിട്ട് ഈ മണ്ണുകൾ മാറ്റേണ്ട ഒരു ഭാഗം ഇവിടെയാണ്. നിലവിൽ എന്തായാലും ഇതിനുള്ളിൽ ഇവിടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം കാഴ്ചകൾ പ്രകാരം നിലവിൽ ആരും കുടുങ്ങിക്കിടക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. പക്ഷേ ഈ അവസാന ഭാഗം കൂടി മാറ്റിയ ശേഷമായിരിക്കും അക്കാര്യത്തിൽ അന്തിമമായ വ്യക്തത വരിക. അശ്വതി. ശരി, ജി ശ്രീജിത്താണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ സ്ഥലത്ത് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14-ാം വാർഡിലെ കെട്ടിടത്തിലെ ശുചിമുറിയോട് ചേർന്ന ഒരു ഭാഗമാണ് ഇടിഞ്ഞു വീണത്. അവിടെ ഒരു സ്ത്രീ അതിനിടയിൽ പെട്ടിരുന്നു, അവർ മരിച്ചു. കൂട്ടിരിപ്പുകാരിയായി എത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദുവാണ് മരിച്ചത്. നമുക്ക് കാണാം, വലിയ കോൺക്രീറ്റ് പാളികളാണ്. അതിനിടയിലാണ് ബിന്ദു കുടുങ്ങിപ്പോയത്. 2 മണിക്കൂറോളം അതിനുള്ളിൽ കിടന്ന ശേഷമാണ് ബിന്ദുവിനെ പുറത്തേക്ക് എത്തിച്ചപ്പോഴേക്കും അവരുടെ മരണം സംഭവിച്ചിരുന്നു. വലിയ അനാസ്ഥ ഉണ്ട് എന്ന കാര്യത്തിൽ അത് ഉറപ്പിച്ചു പറയേണ്ട സമയമാണ്. കാരണം മെഡിക്കൽ കോളേജ് പോലെ, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞതുപോലെ എത്രയോ ജില്ലകളിൽ നിന്നും ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ്. അവിടെ ഇത്തരത്തിലൊരു കെട്ടിടം, ബലക്ഷയമുള്ള കെട്ടിടം, പഴയ കെട്ടിടം, അത് പൊളിച്ചു നീക്കാതെ ഇങ്ങനെ നിലനിർത്തിയിരുന്നത്, അല്ലെങ്കിൽ പ്രത്യേക സൂചനകളൊന്നും നൽകാതെ ഇങ്ങനെ നിലനിർത്തിയിരുന്നത്, അത് വലിയ അനാസ്ഥ തന്നെയാണ്. ഇപ്പോൾ വരുത്തിവെച്ച ഒരു അപകടം എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയേണ്ടി വരും. ഒരു ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. ഇത് കെട്ടിടം ആദ്യം ഇടിഞ്ഞു വീണ സമയത്ത് ആളപായമില്ല എന്ന രീതിയിലായിരുന്നു വാർത്തകൾ വന്നിരുന്നത്. കാരണം ആ സമയത്ത് അധികൃതർ ഉറപ്പിച്ചു പറയുന്നുണ്ടായിരുന്നു അത് ഉപയോഗശൂന്യമായ കെട്ടിടമാണ്, അവിടേക്ക് ആരും പോകില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. പക്ഷേ അത് തെറ്റാണ് എന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നീട് വന്ന ദൃശ്യങ്ങളും അവിടെ നിന്നുള്ള വാസ്തവവും. അവിടെ ഒരു സ്ത്രീ അതിനകത്ത് പെട്ടു, അവർ ഇപ്പോൾ മരിച്ചു എന്ന വിവരമാണ്. വളരെ ദുഃഖകരമായ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ശുചിമുറികൾ മാത്രമാണ് അടച്ചിരുന്നത്. അതിനോട് ചേർന്നുള്ള കെട്ടിടങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു എന്ന് അവിടുത്തെ തന്നെ ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 8നോട് ഡോക്ടർ അത് തുറന്നു പറയുകയും ചെയ്തു. അവിടെ സർജിക്കൽ വാർഡാണ്, നിരവധി രോഗികൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും രോഗികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിരുന്നില്ല. ഈ അപകടത്തിന് ശേഷമാണ് അവരെ അവിടെ നിന്ന് മാറ്റിയത് എന്നതാണിപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. എന്തായാലും വളരെ